സോ വൈറ്റ് പേപ്പറിലെ പ്രപ്പോസൽസ് വൺ ബൈ വൺ റൂളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെന്റ് വന്ന റൂൾ ചേഞ്ചസ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സപ്പോസ് ഇഫ് യു ആർ പ്ലാനിങ് എ സ്കിൽ വർക്കർ വിസ ആപ്ലിക്കേഷൻ ആഫ്റ്റർ 8 Jan 2026, നിങ്ങൾ സ്കിൽ വർക്കർ വിസ, സ്കെയിലപ്പ് വിസ, അതുപോലെ ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസ ആപ്ലിക്കേഷൻസിന് ലാംഗ്വേജ് പ്രൊഫഷൻസി റിക്വയർമെന്റ് B1, B2 ലെവലിലേക്ക്, അതായത് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ ലാംഗ്വേജ് പ്രൊഫഷൻസി റിക്വയർമെന്റ് വേണ്ടിവരും. വൈറ്റ് പേപ്പർ പ്രപ്പോസൽസിൽ ഈവൻ ഡിപ്പെൻഡൻസിന് A-level ലാംഗ്വേജ് റിക്വയർമെന്റ് അവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇതുവരെ റൂളായി വന്നിട്ടില്ല. പക്ഷേ മെയിൻ അപ്ലിക്കൻസിന് B1 ലെവലിൽ നിന്ന് B2 ലെവലിലേക്കുള്ള മാറ്റം കൊണ്ടുവരാൻ പോകുന്നു. സ്പോൺസേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISC എമൗണ്ട് 32% ഹൈക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സേ ബിഫോർ 5-year വിസ ആപ്ലിക്കേഷൻ ISC എമൗണ്ട് സ്പോൺസർ പേ ചെയ്യേണ്ടത് £1820 ആണ്. അത് 32% ഹൈക്ക് വന്നിരിക്കുകയാണ്. അതായത് അറൌണ്ട് 2400 പൗണ്ടാണ് ഇനി ISC എമൗണ്ട് സ്പോൺസർ പേ ചെയ്യേണ്ടി വരിക. നിങ്ങളിപ്പോൾ സ്റ്റുഡൻറ് റൂട്ടിലാണ്, നിങ്ങളുടെ ഗ്രാജുവേറ്റ് വിസ ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി 2027 ജാനിന് ശേഷമാണെങ്കിൽ നിങ്ങളുടെ വിസ പീരീഡ് 2 year 1.5 year കുറയാൻ പോവുകയാണ്. ഒരുപാട് സിറ്റുവേഷൻസ് കണ്ടിരിക്കുന്നത് വെച്ചാൽ പലരും സ്റ്റുഡൻറ് റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്ലാൻ, അവരുടെ ചിന്തിക്കുന്നത് വെച്ചാൽ അഗെയിൻ ആഫ്റ്റർ കോഴ്സ് കഴിഞ്ഞാൽ അഗെയിൻ 2 year ഗ്രാജുവേറ്റ് വിസ ഉണ്ട്. അപ്പോൾ ആ ഗ്രാജുവേറ്റ് റൂട്ടിൽ നമുക്ക് അവരുടെ പ്രൊഫൈലിലേക്കുള്ള ഒരു ജോലി നോക്കാം, അതിനുശേഷം ആ ജോലിയിൽ സ്പോൺസർഷിപ്പ് എടുക്കുക എന്നൊരു പ്ലാനിലായിരിക്കും. പക്ഷേ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ സിറ്റുവേഷൻ കുറച്ചും കൂടെ ക്രിട്ടിക്കൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെയിം പ്രൊഫൈലിൽ സ്കിൽ വർക്കർ വിസ കിട്ടാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. സോ നിങ്ങളിപ്പോൾ സ്റ്റുഡൻറ് റൂട്ടിലാണെങ്കിൽ സോ യു സ്റ്റാർട്ട് നൗ. അതായത് നിങ്ങൾ പല രീതിയിൽ റിക്രൂട്ട്മെന്റ് ഏജൻസീസിനെ കാണുക, അതുപോലെ തന്നെ ഗവൺമെന്റ് സൈറ്റിൽ രജിസ്റ്റേർഡ് സ്പോൺസർ ലൈസൻസ് ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് നോക്കാം. നിങ്ങളുടെ സെയിം പ്രൊഫൈലിലെ കമ്പനീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സ്പോൺസർഷിപ്പ് ലൈസൻസ് ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കാം. അത് ത്രൂ നിങ്ങൾ ആ കമ്പനീസിനെ കോൺടാക്ട് ചെയ്തൊരു ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അവിടെ വർക്ക് ചെയ്തിട്ട് ഗ്രാജുവലി അവിടെ ഒരു സ്പോൺസർഷിപ്പ് റൂട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. പറഞ്ഞു വരുന്നത് ഓൾറെഡി 2 year ഗ്രാജുവേറ്റ് വിസയിൽ ഉള്ളവർ വരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അഗെയിൻ വിസ പീരീഡ് കുറയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് കൂടാനേ സാധ്യതയുള്ളൂ. സോ പ്ലാൻ അഹെഡ് അക്കോർഡിംഗ്ലി. അതുപോലെ ഇപ്പോൾ സ്റ്റുഡൻസ് വിസയിൽ ഉള്ളവർക്ക് ഒരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് റൂട്ടിൽ നിന്നും ഇന്നോവേറ്റർ ഫൗണ്ടർ വിസയിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ട് ഐഡിയാസ് ഉണ്ടെങ്കിൽ ആ ഇന്നോവേറ്റീവ് പ്ലാൻസ് നിങ്ങൾക്ക് എൻഡോഴ്സ്മെന്റ് ബോഡിയിൽ സബ്മിറ്റ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ച് ഇന്നോവേറ്റർ ഫൗണ്ടർ വിസ അപ്ലൈ ചെയ്യാം. സോ നിങ്ങളൊരു സ്കിൽ വർക്കർ വിസ എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ഒരു ഇമിഗ്രേഷൻ ചേഞ്ചസ്, ഈ ഒരു മാറ്റങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം, ഈ ഒരു കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം ടു പ്ലാൻ അക്കോർഡിംഗ്ലി. So before taking any immigration step, take a proper advice. Thank you.